ദശകം 7 ശ്ലോകം 9-10. ദൃഷ്ട്വാ സംഹൃത സംഭ്രമകമലപൂസ്ത്വത്പാദപാഥോരുഹേ ഹർഷാവേശവശം വദോ നിപതിതഃ പ്രീത്യാകൃതാർത്ഥീ ഭവൻ. ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാ പാദയദ്വൈതാദ്വൈതഭവത്സ്വരൂപപരമിത്യാചഷ്ട തം ത്വാം ഭജേ. ആതാമ്രേ ചരണേ വിനമ്രമഥതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിതാ ന സർഗവിധിഭിർബന്ധോപി സഞ്ജായതേ. ഇത്യാഭാഷ്യ ഗിരം പ്രതോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയഃ സ ഭഗവന്നുല്ലാസയോല്ലാഖതാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദൃഷ്ട്വാ സംഹൃത സംഭ്രമഃ കമലഭൂഃ പ്ലസ് ത്വത്പാദപാഥോരുഹേ കമലഭൂസ്ത്വത്പാദപാഥോരുഹേ ഹർഷാവേശവശം വദഃ നിപതിതഃ. ഹർഷാവേശവശം വദോ നിപതിതഃ പ്രീത്യാ കൃതാർത്ഥീ ഭവൻ. ജാനാസി പ്ലസ് ഏവ ജാനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തത് പ്ലസ് ആപാദയ തദാപാദയ ദ്വൈതാദ്വൈതഭവത്സ്വരൂപപരം ഇതി ആചഷ്ട. ദ്വൈതാദ്വൈതഭവത്സ്വരൂപപരമിത്യാചഷ്ട തം ത്വാം ഭജേ. ആതാമ്രേ ചരണേ വിനമ്രം പ്ലസ് അധ വിനമ്രമഥ തം ഹസ്തേന ഹസ്തേ സ്പൃശന് ബോധഃ പ്ലസ് തേ ബോധസ്തേ ഭവിതാ ന സർഗവിധിഭിഃ ബന്ധഃ അപി സർഗവിധിഭിർബന്ധോപി സഞ്ജായതേ. ഇതി പ്ലസാഭാഷ്യ ഇത്യാഭാഷ്യ ഗിരം പ്രതോഷ്യ നിതരാം തച്ചിത്തഗൂഢഃ സ്വയം സൃഷ്ടൗ തം സമുദൈരയഃ സഹ ഭഗവൻ ഉല്ലാസയോല്ലാഖതാം. ഉല്ലാസ ഭഗവൻ ഉല്ലാസ ഉല്ലാഖതാം ഭഗവൻ ഉല്ലാസയോല്ലാഖതാം പദങ്ങൾ. ഹരേ കൃഷ്ണ. മുൻ ശ്ലോകങ്ങളിൽ വൈകുണ്ഠത്തെ കണ്ടു, വൈകുണ്ഠരൂപിയായ ഭഗവാനെ കണ്ടു. ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥനയും അതിന് ഭഗവാന്റെ മറുപടിയുമാണ് നമുക്ക് ഇനിയുള്ള ശ്ലോകങ്ങളിൽ കാണുന്നത്. ദൃഷ്ട്വാ സംഹൃത സംഭ്രമഃ. ആ വൈകുണ്ഠമൂർത്തിയായ ഭഗവാന്റെ കേശാദിപാദം നമ്മൾ കണ്ടു. അത് കണ്ടതും ബ്രഹ്മാവിന് വളരെയധികം പരിഭ്രമം ഉണ്ടായി. അതായത് നമ്മൾ സങ്കല്പിക്കാത്തൊരു കാര്യം അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യം കാണണമെന്ന് ഒരുപാട് മോഹിച്ച ഒരാളെ കാണാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ അതും വിചാരിച്ചിരിക്കാതെ പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു സംഭ്രമം ഉണ്ടാവും. അതേപോലെ ഒരു പരിഭ്രമത്തോടു കൂടിയാണ് കമലഭൂഹു ബ്രഹ്മാവ് ത്വത്പാദപാഥോരുഹേ ഹർഷാവേശവശം വദഃ നിപതിതഃ. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്ക് ആനന്ദപരവശനായിട്ടങ്ങ് നമസ്കരിച്ചു, വീണ് നമസ്കരിച്ചു. ഇപ്പോഴും നമസ്കാരം ദണ്ഡ നമസ്കാരം എന്നാ പറയാം. അതായത് ഒരു വടി നമ്മൾ ഭൂമിക്ക് ലംബമായിട്ടാണ് 90 ഡിഗ്രിയിൽ വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് നമ്മൾ ആ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വടി പട്ടയെന്നും പറഞ്ഞ് വീഴും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്ട്. ഇതേപോലെയുള്ള നമസ്കാരമാണ് ദണ്ഡ നമസ്കാരം എന്ന് പറയുന്നത്. പ്രീത്യാ കൃതാർത്ഥീ ഭവൻ.
സന്തോഷിച്ച കൃതാർത്ഥനായിട്ട് വിഭോ മമ മനീഷിതാം ജാനാസി ഏവ, എന്നിട്ട് പറയാം, വിഭോ എല്ലാവരിലെയും അന്തര്യാമിയായി ഓരോ ജീവനിലും പ്രകൃതിയിലും ഓരോന്നിലും ഉള്ളിൽ അന്തര്യാമിയായി നിൽക്കുന്ന ഭഗവാനെ മമ മനീഷിതാം ജാനാസി ഏവ, എൻ്റെ ആഗ്രഹം എന്താണെന്ന് ഭഗവാൻ അറിയാം. എല്ലാവർക്കും അവരവരുടെ ആഗ്രഹം എന്താണെന്നുള്ളത് ഭഗവാൻ അന്തര്യാമിയായതുകൊണ്ട് ഭഗവാൻ അറിയാൻ സാധിക്കും. ദ്വൈതാദ്വൈത ഭവത് സ്വരൂപപരം തജ്ഞാനം മമ അപാദയ. ഭഗവാൻ ഇതൊക്കെ അറിയാമെന്നുണ്ടെങ്കിലും ചോദിക്കുകയാണ്, രണ്ട് വിധത്തിലുള്ള ജ്ഞാനം, ദ്വൈതാദ്വൈത ഭവത്, പ്രപഞ്ചം മുഴുവൻ ഭഗവാനാണെന്നും പിന്നെ ആ പ്രപഞ്ചത്തിൽ ഓരോന്നിലും ഉള്ളതും ഭഗവാനാണെന്നും പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മവും ഭഗവാനാണെന്നുമുള്ള ആ രൂപത്തെ, ആ ജ്ഞാനത്തെ എനിക്ക് ഉണ്ടാക്കി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ ഞാൻ ഭജിക്കുന്നു എന്ന് പറയാണ് ബ്രഹ്മാവ്. അപ്പൊ മായയെ അവലംബിച്ചിട്ടാണ് ഭഗവാൻ നാനാരൂപങ്ങൾ എടുക്കുന്നത്. ആ മായ കാരണമാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നും എല്ലാം ഭഗവാനാണെന്ന് പറയുന്നുണ്ട്. എനിക്കിതാ എൻ്റെ അടുത്തിരിക്കുന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ എൻ്റെ സുഹൃത്താണെന്ന് തോന്നും, അല്ലെങ്കിൽ ശത്രുവാണെന്ന് തോന്നും, അല്ലെങ്കിൽ ഉദാസീന ഭാവം, ശത്രുവല്ല മിത്രമല്ല, ഏതൊരാളെ കണ്ടാലും നമുക്ക് ഈ 3 ഭാവമാണ് തോന്നുക അല്ലേ. ഒന്നുകിൽ എൻ്റെ ഇഷ്ടപ്പെട്ടവൻ, എൻ്റെ മിത്രം, അതല്ലെങ്കിലോ എൻ്റെ ശത്രു, എനിക്ക് ഇയാളെ ഇഷ്ടമല്ല, ഇയാളുടെ പ്രവർത്തികൾ ഇഷ്ടമല്ല, അതുകൊണ്ട് ഇയാളെ ഇഷ്ടമല്ല, അതല്ലെങ്കിലോ ഉദാസീന ഭാവം, ഇതൊന്നും അല്ലാത്ത. അഥ ആതാമ്രേ ചരാണ വിനമ്രം തം ഹസ്തേന ഹസ്തേ സ്പൃശൻ. അപ്പോൾ ബ്രഹ്മാവ് ഉടനെ വീണ് നമസ്കരിക്കുകയാണ്. ആ വീണ് നമസ്കരിച്ച ബ്രഹ്മാവിനെ കൈകൊണ്ട് ഭഗവാൻ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറയാണ്, തേ ബോധഃ ഭവിത സർഗവിധിഭിഹി ബന്ധഃ വീണ സഞ്ജായതേ. അങ്ങക്ക് ജ്ഞാനം ഉണ്ടായിക്കൊള്ളും. സൃഷ്ടിപ്രവർത്തികൾ, സർഗവിധിഭിഹി, സൃഷ്ടിപ്രവർത്തികളൊക്കെ കൊണ്ട് സാധാരണ സൃഷ്ടിപ്രവർത്തികൾ ചെയ്യുമ്പോൾ നമുക്ക് ആ കർമ്മത്തിൽ ബന്ധം ഉണ്ടാകും. സാധാരണഗതിയിൽ എങ്ങനെയാണ്, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജോലിയോടോ ജോലിയുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരുമായിട്ടോ നമുക്കൊരു ബന്ധം വരും. ആ ബന്ധം പിന്നീട് എന്താകും, വീണ്ടും അതിലേക്ക് ആ ബന്ധത്തിലൂടെ ആഗ്രഹങ്ങൾ ഉണ്ടാകും. ആഗ്രഹത്തിലൂടെ വീണ്ടും നമുക്ക് ജനിക്കേണ്ടതായിട്ട് ബന്ധങ്ങൾ വീണ്ടും വീണ്ടും തുടർന്നു പോകുന്നതായിട്ട് കാണാം. ഇവിടെ ബ്രഹ്മാവിനോട് പറയാണ്, കർമ്മം ചെയ്തുവെങ്കിലും കർമ്മബന്ധം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് സന്തോഷിപ്പിച്ചു. ഇതി ഗിരാമാഭാഷ്യ നിതരാം പ്രത്യൂഷ്യ, സന്തോഷിപ്പിച്ചു. സ്വയം തച്ചിത്തഗൂഢ, തന്നെത്താൻ ആ ബ്രഹ്മാവിന്റെ മനസ്സിൽ ഇരുന്ന തം സൃഷ്ടൗ സമുദൈരയ, ഭഗവാൻ തന്നെ ബ്രഹ്മാവിനെ സൃഷ്ടിക്കായിട്ട് പ്രേരിപ്പിച്ചു. ഇപ്പം ആ ചതുശ്ലോകി ഭാഗവതമുണ്ട്. ബ്രഹ്മാവിനെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന എന്താണ് പരമമായ തത്വം എന്നുള്ളത് 4 ശ്ലോകങ്ങൾ കൊണ്ട് പറയുന്നത് ഭാഗവതം 2ാം സ്കന്ധത്തിൽ നമുക്ക് കാണാം. അഹമേവാസമേവാഗ്രേ നാന്യത് സദസത്പരം പശ്ചാദഹം യഥേതച്ഛ സോവശിഷ്യേത് സോസ്മ്യഹം തദർത്ഥമെത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായ യഥാഭാസോ യഥാതം യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവചേഷു ന പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു ന തേഷു ഏതാവദേവ ജിജ്ഞാസ തത്വജിജ്ഞാസുനാത്മനാ അന്യേ വ്യതിരേകാഭ്യ യത്സ്യാത് സർവത്ര സർവഥാ. ഈ 4 ശ്ലോകങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഭാഗവതം മുഴുവനുമായി, ഈ പറയുന്ന നാരായണീയം മുഴുവനായി. ഈ 4 തത്വങ്ങളെ, ഈ 4 ശ്ലോകങ്ങളെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതേ ഉള്ളൂ, ബാക്കിയൊന്നും ഇല്ല എന്നറിയാൻ പറ്റും.
അതായത് ഈ 4 ആദ്യത്തെ ഇത് 4 വേദങ്ങൾക്ക് തുല്യമാണെന്ന് പറയാറുണ്ട്. അഹമേവാസമേവാഗ്രെ എന്ന് പറയുന്ന അഥർവവേദം, ഹൃദയാർത്ഥം പ്രതീയേത എന്ന് പറയുന്നത് ഋഗ്വേദം, യഥാ മഹാന്തി ഭൂതാനി എന്ന് പറയുന്നത് യജുർവേദം, അടുത്തത് ഏതാവദേവ ജിജ്ഞാസ്യം എന്ന് പറയുന്നത് സാമവേദം. ഈ 4 ചുരുക്കം ബ്രഹ്മസൂത്രത്തിൽ പറയുകയാണെങ്കിലും ജന്മാദ്യസ്യ യതഃ എന്ന് പറയുന്നതിന് തുല്യമാണ് ഹൃദയാർത്ഥം പ്രതീയേത എന്ന് പറയുന്നത് ആരംഭിക്കുന്ന ശ്ലോകം. അയമാത്മാ ബ്രഹ്മ എന്നുള്ള മഹാവാക്യം ആദ്യത്തെ ശ്ലോകത്തിന് തുല്യമാണ്. ശാസ്ത്രയോന്യത്വാദ് എന്നുള്ള സൂത്രത്തിന്റെ അല്ലെങ്കിൽ തത്വമസി എന്നുള്ളതിന്റെ തന്നെയാണ് യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവചേശ്വരി. ഏതാവദേവ ജിജ്ഞാസ്യം എന്ന് പറയുന്നതിന്റെ സൂത്രം തത് സമന്വയാച്ച അഹം ബ്രഹ്മാസ്മി എന്നുള്ളതിന് തുല്യം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഏത് തരത്തില് നോക്കിയാലും ഈ ലോകത്തില് ഭഗവാൻ അല്ലാതെ മറ്റൊന്നും ഇല്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ ഭഗവാൻ തന്നെ ഓരോരുത്തരുടെയും ഉള്ളിലിരുന്ന് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വന്നു, അപ്പൊ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഭഗവാൻ പ്രേരിപ്പിച്ചിട്ടാണ്? അതൊരിക്കലും അല്ല. തെറ്റുകൾ ചെയ്യുന്നത് നമ്മളുടെ വാസനാഫലം കൊണ്ടാണ്. ഭഗവാൻ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് എവിടെന്നോ ഒരു തടസ്സം പറയുന്നത് പോലെ തോന്നും. പക്ഷെ അത് കേൾക്കാനുള്ള ഒരു മനസ്സാന്നിധ്യം നമുക്ക് തോന്നണം. ചില സമയത്ത് വേണ്ട എന്ന് തോന്നിയാലും നമ്മൾ സാരമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തന്നെ ചെയ്യും. ആ ചെയ്തു കഴിഞ്ഞാൽ അത് അപകടമാവുകയും ചെയ്യും. അപ്പോൾ ആ തരത്തിൽ ഉള്ളിൽ നിന്നും ആ ഭഗവാന്റെ പ്രേരണ കേൾക്കാറായാൽ പിന്നെ നമ്മൾ നേരായ മാർഗത്തിലൂടെ മാത്രമേ പോകുള്ളൂ. ഇവിടെ ബ്രഹ്മാവിന്റെ ഉള്ളിൽ ഭഗവാൻ തന്നെ ഇരുന്ന് തം സൃഷ്ടവും സമുദൈരയ, ആ ഭഗവാൻ തന്നെ സൃഷ്ടിക്കായിട്ട് ബ്രഹ്മാവിനെ പ്രേരിപ്പിച്ചു. ഭഗവാൻ സഹ ഉല്ലാഖദാം ഉല്ലാസയ, അങ്ങനെ ഉള്ളിലിരുന്ന് പ്രേരിപ്പിക്കുന്ന ഭഗവാനെ എൻ്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കണേ എന്ന് ഭട്ടതിരി ഇവിടെ ചോദിക്കുകയാണ്, ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ആ 4 ശ്ലോകത്തിലും വിഭോ എന്നാണ് ഒടുവിൽ ഭഗവാനെ സംബോധന ചെയ്യുന്നത്. ഓരോന്നിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇവിടെ സർവവ്യാപിയായിട്ടുള്ള ഭഗവാനോട് നമുക്കും പ്രാർത്ഥിക്കാം, യാതൊരു തരത്തിലുള്ള അല്ലലും ഇല്ലാതെ നമ്മളെയും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. ഹരേ കൃഷ്ണ.